BSc ന്യൂറോ ടെക്നോളജി കോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുമെന്ന് ഒത്തിരി കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. ന്യൂറോ ടെക്നോളജി കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കേരളത്തിൽ MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയിൽ മാത്രമേ ന്യൂറോ ടെക്നോളജി ഉള്ളൂ. അത് 5 സീറ്റാണുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ ബേസിക്കലി ന്യൂറോ ടെക്നോളജിനെ കുറിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ് ന്യൂറോ ടെക്നോളജി എന്നുള്ളതാണ്. ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു 4 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാം ആണ്. ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും, അതായത് MBBS കഴിഞ്ഞതിന് ശേഷം PG കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ന്യൂറോ എടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. ന്യൂറോ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബോഡിയിലെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്ന, ബ്രെയിനും സ്പൈനും അതുമായിട്ട് ബന്ധപ്പെട്ട നെർവ്സും ഞരമ്പുകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോളജി ഡോക്ടേഴ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ പറ്റും. ഒന്ന്, ന്യൂറോ സർജറി ചെയ്യുന്ന മേഖലയിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഡയഗ്നോസിക്സ് ഏരിയ, അതായത് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യാനും നിങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ഒത്തിരി വാക്കൻസീസ്, അതായത് എല്ലാ ഹോസ്പിറ്റലിലും നഴ്സിംഗ് പോലെ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ജോലി ഉണ്ടാവണം എന്നില്ല. നമുക്ക് ന്യൂറോളജി ഉള്ള ഹോസ്പിറ്റലിൽ മാത്രമേ ജോലി ഉണ്ടാവത്തുള്ളൂ. നല്ല കോളേജിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലേസ്മെന്റ് കിട്ടും. നല്ല കോഴ്സുമാണ്, മോശം പറയാനൊന്നുമില്ല. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ BSc കോഴ്സ് എടുക്കണം, ഡിപ്ലോമ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.